നമസ്കാരം. ഒരു ജനാധിപത്യ രാജ്യത്ത് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാണ് തിരഞ്ഞെടുപ്പ്. അതിനാൽ തന്നെ വോട്ടെണ്ണലുമെല്ലാം അത്രയും സൂക്ഷ്മമായിട്ടാണ് ഇന്ത്യയിൽ കൈകാര്യം ചെയ്തു വരുന്നത് എന്ന് പറയാം. ആദ്യകാലത്തൊക്കെ ബാലറ്റ് പേപ്പർ മാത്രം ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ് നടന്നിരുന്നത് എങ്കിൽ ഇന്ന് സാങ്കേതികമായി ഏറെ മുന്നോട്ട് പോയ നമ്മുടെ ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ അതായത് EVM ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അപൂർവമായി മാത്രമാണ് ഇപ്പോൾ ഈ ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിക്കുന്നത് പോലും. ഒരു മെഷീൻ്റെ സഹായത്തോടെ നടത്തുന്ന തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ തോൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ഈ മെഷീൻ്റെ തകരാർ അല്ലെങ്കിൽ മെഷീനിൽ കൃത്രിമത്വം കാട്ടിത്തുടങ്ങിയ ആരോപണങ്ങളാണ് പലപ്പോഴും വരാറുള്ളത്. നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ സത്യമുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അറിയാം, EVM പറ്റിയും അതിലെ കൃത്രിമം കാണിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്കറിയാമല്ലോ, ഈ കാസർഗോഡ് ഇപ്പോൾ EVM തകരാറിലായി. വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്ന ഒരുതരം മോക്ക് പോളിംഗ് ഉണ്ടാകും. അത്തരത്തിലുള്ള മോക്ക് പോളിംഗ് നടത്തിയിരുന്നു. ഇതിനിടെയാണ് കാസർഗോഡ് മണ്ഡലത്തിൽ മോക്ക് പോൾ നടത്തിയതിൽ 4 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലും BJPക്ക് അധികമായിട്ട് വോട്ട് വീണു എന്ന ആരോപണം UDFും LDFും ഉയർത്തിയത്. 20 മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തിരുന്നത്. ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുവാൻ 10 ഓപ്ഷനുകളുണ്ട്. ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരിശോധിച്ചപ്പോഴാണ് 4 മെഷീനുകളിൽ BJPക്ക് 2 വോട്ട് ലഭിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞത്. BJPയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ 1 വോട്ട് രേഖപ്പെടുത്തുന്നു. ഇതേ തുടർന്ന് ഈ മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള MV ബാലകൃഷ്ണൻ, കൂടാതെ അവിടുത്തെ സിറ്റിംഗ് MP ആയിട്ടുള്ള UDFിൻ്റെ സ്ഥാനാർത്ഥിയുമൊക്കെ ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുടെയൊക്കെ ഏജന്റുമാർ തന്നെ അന്ന് തന്നെ ജില്ലാ കളക്ടർ K. ഇൻബാസ് ശേഖറിനെ കണ്ട് പരാതിയൊക്കെ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് ഈ വാർത്ത ഇത് കളഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തുന്നു. VVPAറ്റുകൾ എണ്ണുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയിലെ വാദത്തിനിടെയാണ് ഈ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ ഇക്കാര്യം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തത്. തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഭിഭാഷകനോട് ഇക്കാര്യം പരിശോധിക്കുവാനും ഒപ്പം തന്നെ സുപ്രീം കോടതി നിർദ്ദേശം വച്ചു. എന്നാൽ ഈ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ച സംഭവം സാങ്കേതിക തകരാറാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം. പ്രശ്നം ഉടൻ തന്നെ പരിഹരിച്ചതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിലൊക്കെ അറിയിപ്പൊക്കെ നൽകുകയും ചെയ്തിരുന്നു. പുറത്തു വന്ന വാർത്തകൾ അത് തെറ്റാണ് എന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും ഇക്കാര്യത്തിലൊക്കെ റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയും ചെയ്തിരുന്നു. അതായത് ഈ വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും നമ്മളെല്ലാവരും ചോദിക്കാറുണ്ട്. EVMകൾ ഒരു ബാഹ്യ യൂണിറ്റുമായോ ഒരു സിസ്റ്റവുമായോ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഉപകരണങ്ങളാണ്. അതിനാൽ അവയിൽ കൃത്രിമത്വം നടത്തുന്നതിനുള്ള സാധ്യത വിദഗ്ധർ തള്ളിക്കളയുകയാണ്. 3 ഘടകങ്ങളാണ് EVMകൾ അടങ്ങിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയിട്ടുള്ള ബാലറ്റ് യൂണിറ്റ്, വോട്ട് സ്വീകരിച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റ്, VVPAT എന്നിവയാണ് ഈ 3 ഘടകങ്ങളെന്ന് പറയുന്നത്. ഇതിൽ VVPAറ്റിനെ BU, CU എന്നിവയുമായിട്ടൊക്കെ ബന്ധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ BUവിൽ നിന്ന് നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ CUവിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ VVPAറ്റ് വഴി വോട്ട് പോകുന്നു. അതിനാൽ നമ്മൾ ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്കോ മറ്റുള്ളവർക്കോ അറിയാൻ സാധിക്കില്ല. എന്നാൽ ഇതിൻ്റെ മറ്റ് സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതായത് കൺട്രോൾ യൂണിറ്റിലാണ് നമ്മൾ ചെയ്യുന്ന വോട്ടുകൾ രേഖപ്പെടുത്തുന്നത്. കൺട്രോൾ യൂണിറ്റിൽ നിർമ്മാണ സമയത്ത് കൃത്രിമം നടത്തുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കൃത്രിമം നടത്തുക എന്നീ സാധ്യതകൾ ഉണ്ട് എങ്കിലും നിലവിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. ബാലറ്റ് യൂണിറ്റിനെ കൺട്രോൾ യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന കേബിളിൽ മാറ്റം വരുത്തുകയാണ് ഒരു സാധ്യത എന്ന് പറയപ്പെടുന്നത്. അതിന് സാധിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം. എങ്കിലും മറ്റൊരു പ്രശ്നം ബാക്കിയാവുന്നുണ്ട് കേട്ടോ. അതായത് ഓരോ മണ്ഡലത്തിലും ഓരോ ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളെ വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ ക്രമം നിശ്ചയിക്കുന്നതാകട്ടെ പോളിംഗിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം. ഒരേ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എല്ലാ മണ്ഡലങ്ങളിലും ഒരേ ക്രമ നമ്പറിൽ വരില്ല. വോട്ടിംഗ് മെഷീനിൻ്റെ മെമ്മറിയിൽ സ്ഥാനാർത്ഥിയുടെ പേരോ പാർട്ടിയുടെ പേരോ രേഖപ്പെടുത്തുന്നില്ല. കൺട്രോൾ മെഷീനിൽ വോട്ട് പതിയുന്നത് ക്രമ നമ്പർ അനുസരിച്ചുമാണ്. 1ാം സ്ഥാനാർത്ഥി 2ാം സ്ഥാനാർത്ഥി എന്നതിനപ്പുറം ഒരു വിവരവും വോട്ടിംഗ് മെഷീനകത്ത് രേഖപ്പെടുത്താൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്രമ നമ്പറിന് കൂടുതൽ വോട്ട് കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലും മാറ്റം മുൻകൂട്ടി മെഷീനിൽ വരുത്തിയത് കൊണ്ട് കാര്യവുമില്ല. പക്ഷേ ഇതിനകത്തൊക്കെ സാധ്യതകളുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇതിൻ്റെ മെഷീൻ്റെ നിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ
ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഹൈദരാബാദിലെ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നതും കൊണ്ടുവരുന്നതും. ഇതിനകത്ത് തന്നെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, VVPAT പ്രോട്ടോക്കോൾ. 3 കാര്യങ്ങളാണ് ഈ VVPAT പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വിദഗ്ധർ തന്നെ പറയുന്നതാണിത്. വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പ് VVPAT സ്ലിപ്പുകൾ പരിശോധിക്കുവാൻ വോട്ടർമാർക്ക് സാധിക്കില്ല. വോട്ടിട്ട ശേഷം അതിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ട് റദ്ദാക്കാൻ സാധിക്കും. പിന്നീട് മറ്റൊരു മെഷീനിൽ നിന്ന് അവരെ വോട്ട് ചെയ്യുവാൻ അനുവദിക്കണം തുടങ്ങിയവയാണ് ഈ പ്രോട്ടോക്കോളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും അനുസരിക്കേണ്ട സാധ്യതകൾ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് നമുക്കറിയാമല്ലോ, ഈ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടി ജയിക്കുകയും ഒരു പാർട്ടി തോൽക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ തോൽക്കുന്ന പാർട്ടികൾ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ് ബാലറ്റ് പേപ്പർ അല്ലാത്തത് കൊണ്ട് മെഷീനുകളിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം ബാലറ്റ് പേപ്പറുകളൊക്കെ പിടിച്ചെടുക്കപ്പെടുന്നതും ബാലറ്റ് പേപ്പറിൽ അക്രമം നടത്തുന്നതുമൊക്കെ ഇതിനു മുമ്പ് ഈ നമ്മൾ ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഒരു പ്രക്രിയയായിരുന്നുവെങ്കിൽ, മാത്രമല്ല അന്ന് ഈ ബാലറ്റ് പെട്ടികൾ തുറന്ന് ബാലറ്റ് എണ്ണുക എന്നുള്ളത് ഒരു ശ്രമകരമായ പണിയുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഇന്നൊക്കെ നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് അറിയുന്ന ഫലങ്ങളൊക്കെ അന്ന് ചിലപ്പോൾ 9-10 മണിക്കൂർ കഴിഞ്ഞാൽ പോലും പൂർത്തിയാക്കാത്ത വണ്ണം സമയം കൂടുതലെടുത്തിരുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സമയബന്ധിതമായി നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സംവിധാനവും സാങ്കേതികത്വമായിട്ട് നമ്മൾ കുറച്ച് ഉന്നതിയിൽ കൂടിയാകുമ്പോൾ അത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട ഇലക്ട്രോണിക്സ് മെഷീനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബാലറ്റും ഇലക്ട്രോണിക്സ് മെഷീനും ബാലറ്റിലേക്ക് എത്തപ്പെടുമ്പോൾ ബാലറ്റ് സമയമെടുക്കുകയും എന്നാൽ വോട്ടിംഗ് മെഷീൻ സമയം എടുക്കാതിരിക്കുകയും സമയബന്ധിതമായി നമുക്ക് പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുകയും ചെയ്യും. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ഉത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ആ തിരഞ്ഞെടുപ്പുകളിൽ ഏതെങ്കിലും തരത്തിൽ, അതായത് അധികാരമുണ്ടായിരിക്കുമ്പോൾ ഏത് പാർട്ടിക്കാരും അവരുടെ അവകാശം ഉണ്ടാക്കിയെടുക്കുവാൻ ആ അധികാരത്തിൻ്റെ അവകാശത്തിൽ നിന്നുകൊണ്ട് പലപ്പോഴും കൃത്രിമത്വങ്ങൾ കാണിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിന് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ നിയമസംഹിതകളോ സംവിധാനങ്ങളോ തന്നെ തലകുനിച്ചു കൊടുക്കാറില്ല. ഇവിടുത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി എന്ന് പറയപ്പെടുന്ന പലപ്പോഴും കണ്ണും കാതും കൂർപ്പിച്ചിരിപ്പുണ്ട് ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ. പക്ഷേ എവിടെയൊക്കെയോ അങ്ങനെയൊക്കെ കൃത്രിമത്വങ്ങൾ ഈ വോട്ടിംഗ് മെഷീനിലടക്കം നടക്കുന്നുണ്ട് എങ്കിൽ അത് ജനാധിപത്യത്തോട് കാണിക്കുന്ന നെറികേടാണ് എന്ന് പറയേണ്ടി വരും. പകരം ജനങ്ങൾ ഭൂരിപക്ഷവും എല്ലാ പേരും വോട്ടെടുപ്പിൽ പങ്കെടുക്കുക എന്നതാണ് വേണ്ടത്. കാരണം എല്ലാവരുടെയും കൂടിയുള്ള ഒരു ഭൂരിപക്ഷ നേതാവായിരിക്കണം രാജ്യം ഭരിക്കേണ്ടത്. അല്ലാതെ 60%-ത്തിൽ ഒരു 35% വരുന്ന നേതാക്കളല്ല ഈ രാജ്യം ഭരിക്കേണ്ടത് എന്നുള്ളത് കൂടി പറയട്ടെ. അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായിട്ടുള്ള തിരഞ്ഞെടുപ്പിനെ നേരിൽ കണ്ട് അതിൽ വോട്ടുകൾ നൽകണമെന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്. അത്തരത്തിൽ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് 100% വോട്ടുകൾ ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് ഭരിക്കേണ്ടത് എന്ന് ഈ ജനങ്ങൾ തീരുമാനിക്കുമെന്ന് പറയപ്പെടുന്നത് യാഥാർത്ഥ്യമാവുകയും തന്നെ ചെയ്യും. അപ്പോഴാണ് ഈ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയപ്പെടുന്നത് എല്ലാ അർത്ഥത്തിലും ഫലവത്താവുന്നത് എന്ന് പറയേണ്ടി വരും.